ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നസ്ലഫ്, നിങ്ങളുടെ സ്വന്തം ഗ്രീന. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നൊരു ചെറിയ ഫംഗ്ഷൻ നടക്കുകയാണ് കേട്ടോ. 34 വർഷത്തിന് സർവീസിന് ശേഷം അപ്പോൾ റിട്ടയർ ആവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇന്ന് ട്രാവൽ വ്ലോഗോ ഫുഡ് വ്ലോഗോ ഒന്നുമല്ല, ഈ ഒരു ഫംഗ്ഷനാണ് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. വീട്ടിൽ പന്തലൊക്കെ ഇട്ടിട്ടോ, രാത്രിയാണ് ഫംഗ്ഷൻ. അപ്പോൾ വീട്ടിൽ പന്തലൊക്കെ ഇട്ടു. പിന്നെ വീട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട്. സോ ഇതാണ് കേട്ടോ അപ്പ. ഇന്നാണ് ഫംഗ്ഷൻ. ഞങ്ങളിതാ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. രാത്രിയാണ് ഫംഗ്ഷൻ, പക്ഷെ എന്താണ് ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫീസിൽ പോകണം. KCPയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയിട്ട് അവിടെ ചെറിയൊരു അതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള ഫംഗ്ഷൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ അതായത് ഞങ്ങൾ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. സോ ഞങ്ങൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ മൈലൂർ സബ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയാണ് അപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങളങ്ങനെ സബ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടോ. ഇതാണ് സബ് സ്റ്റേഷൻ. ഇതാണ് കേട്ടോ അപ്പയുടെ ഓഫീസ് റൂം. ആൻഡ് ഇത് അപ്പയ്ക്ക് കിട്ടിയ മൊമെൻറ്റോസ് ആണ്. ഉച്ചത്തെ ഫുഡ് ഓഫീസിലെ ജീവനക്കാരുടെ വകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സദ്യയും അതുപോലെ തന്നെ 2 കൂട്ടം പായസവും ഉണ്ട് കേട്ടോ, അടപ്രഥമനും പരിപ്പും ഒക്കെ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് മനസ്സും വയറും നിറഞ്ഞതാ ഞങ്ങൾ തൈ നടാനായിട്ട് പോയിട്ടു. അപ്പോൾ ഈ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ചടങ്ങാണിത്. എന്താ പറയുക, റിട്ടയർ ആവുന്ന ഉദ്യോഗസ്ഥനും അവരുടെ കുടുംബവും ചേർന്നിട്ട് ഒരു തൈ നടുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കൺസെപ്റ്റ്. ഞങ്ങൾ തൈയൊക്കെ നട്ടു കേട്ടോ. ഇനി ഒഫീഷ്യലായിട്ടൊരു മീറ്റിംഗ് ആണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അറിയില്ല കേട്ടോ. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങ് പോകുന്നുണ്ട്. ഓഫീസിൽ ആ ഫംഗ്ഷനൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അത് ഓഫീഷ്യൽ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കധികം എടുക്കാനായിട്ട് സാധിച്ചില്ല. എന്തായാലും നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങുന്നേ ഉള്ളൂ. 5-6 മണിയൊക്കെ ആവും തുടങ്ങാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിലെത്തി. ഇനി അപ്പേനെ അവർ കൊണ്ടേയാക്കും ഓഫീസിലുള്ളവർ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാലാണ് നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ ശരിക്കും തുടങ്ങുക. പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടോ. പിന്നെന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, കോഴിക്കോട് നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നുണ്ട്. അതിന്ന് വെക്കേഷനും കൂടെയാണ് ഈ സമയം. പക്ഷെ എന്നിട്ടും ഒരു വരുന്നുണ്ട്. ഓരോരുത്തർ പാലക്കാട്, തിരുവനന്തപുരം, കോഴിക്കോട് അവിടേക്കാണ്. അവിടെ നിന്ന് ഇവിടം വരെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ആ കാര്യത്തിൽ എക്സൈറ്റഡ് ആണ് ഞാൻ ഭയങ്കരമായിട്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി കാഴ്ചയിൽ കാണാം. ഫുഡില്ലാതെ എന്ത് ഫംഗ്ഷനല്ലേ. അപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കുന്നിടത്തുനിന്ന് പോവാം. 3 തരം വെൽക്കം ഡ്രിങ്ക് ആണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് പിന്നെ എന്താണ് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചില്ലി കോബി, അതുപോലെ തന്നെ
ഓംലെറ്റ്, പിന്നെ പലതരം ദോശകൾ ലൈവായിട്ട് ഏത് ദോശ പറഞ്ഞാലും അത് ചുട്ട് തരാം, അങ്ങനത്തെ ഒരു രീതി. അതുപോലെ കപ്പയും മീനും, അതുപോലെ തന്നെ അപ്പവും സ്റ്റൂവും, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഈ ഒരു ശ്രീഭദ്ര സർവീസാണ് ഞങ്ങൾക്കിത് സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ. അവരൊരു അഫോർഡബിൾ റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്ത് തന്നു. ഇവരാണ് കേട്ടോ ഞാൻ എത്തുന്നു പറഞ്ഞ ഫ്രണ്ട്സ്. അവരൊക്കെ ഇത് 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. ഇപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കുണ്ടല്ലോ ബാക്കി ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല, ഞാൻ ആകെ തിരക്കിലായിപ്പോയി. ഫ്രണ്ട്സൊക്കെ വന്ന് ഞാൻ അങ്ങനെ ജില്ലായി ഇങ്ങനെ അടിച്ചു പോയി നടക്കായിരുന്നു. ഭയങ്കര ഹാപ്പി ദിവസമായിരുന്നു കേട്ടോ അന്ന്, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ അടിച്ചു പൊളിച്ച് എന്താ പറയുക അടിപൊളിയായിട്ട് അടക്കായിരുന്നു. പിന്നെ ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അത്രയും കണ്ടത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ എന്താ പറയുക ഫങ്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എനിക്ക് ട്രാവൽ വ്ളോഗ്സാണോ ഫുഡ് വ്ളോഗ്സാണോ അതോ ഇതുപോലത്തെ വീഡിയോസാണോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നെനിക്ക് അതുവഴി അറിയാമല്ലോ. അപ്പോൾ അതുവഴി ഞാനിങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്തിടാനൊരു കോൺഫിഡൻസ് ആവും. സോ എല്ലാവരും എന്താ പറയുക ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.